അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഞങ്ങൾ ചൂരൽമല സന്ദർശിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴവിടെ കള്ളാടി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമ് കണ്ടത്. അതിന്റെ നടത്തിപ്പുകാരനും ഇവിടത്തെ ഖിദ്മത്ത് ചെയ്യുന്ന, നിങ്ങളെ പേരെന്താ? മൂസ കാക്കാന്റെ അടുത്താണ് ഞാനുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് ആകാശവും ഭൂമിയൊക്കെ നിയന്ത്രിക്കുന്ന സി എം അടവൂരിനെ കുറിച്ച് മൂപ്പര് കുറച്ച് കറാമത്തൊക്കെ പറഞ്ഞു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇത് വയനാട് ചൂരൽമലയ്ക്കടുത്തുള്ള ഒരു മക്കാമാണ്. കള്ളാടി മക്കാമ് എന്നാണ് ആ മക്കാമിന്റെ പേര്. ഈ ചൂരൽമലയുടെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ സാഹിബ് പോയപ്പോ, അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാമെന്നാണ് കരുതുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം. ഹൈന്ദവ മതവിശ്വാസിയായിരുന്ന ഉണ്ണികൃഷ്ണൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ട് പല മക്കാമുകളും ജാറങ്ങളും സന്ദർശിക്കുകയും അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും അവിടെ നേർച്ചകളും കാണിക്ക വഴിപാടുകൾ നടത്താൻ പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഏകത്വം തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദഅവ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ മസ്ജിദിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തെ കൂടുതൽ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ബാക്കിയുള്ളത് പറയാം. ഇന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത് കള്ളാടി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമില് അദ്ദേഹം പോവുകയും അവിടെ പൂജാകർമ്മങ്ങൾ, അവിടുത്തെ ഖാദിമ് അദ്ദേഹത്തോട് സി എമ്മിനെ കുറിച്ച് ചോദിച്ചപ്പോ സി എമ്മിന്റെ ഏറ്റിയപ്പൊങ്ങാത്ത 2-3 കറാമത്ത് പറയുകയും അതിനുശേഷം ആ ജാറ വ്യവസായത്തിന്റെ മയ്യത്ത് വ്യാപാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ ജാറ പൂജാരിക്ക് അള്ളാഹുവിന്റെ ഏകത്വം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിവിടെ കാണിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ജാറത്തെക്കുറിച്ച് ആ ജാറം നടത്തിപ്പുകാരൻ തന്നെ പറയുന്ന മറ്റൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അദ്ദേഹം 2-3 വീഡിയോകള് ജാറത്തിങ്ങ പോയിട്ട് അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചോതുന്ന വീഡിയോകൾ അയച്ചു തന്നിട്ടുണ്ട്. അത് സംബന്ധമായിക്കൊണ്ട് നമുക്ക് 2-3 വീഡിയോകൾ ഇൻഷാ അല്ലാഹ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ഇനി മൂസാക്ക സി എമ്മിനെ കുറിച്ച് പറയുന്നതെന്ന് കേട്ടിട്ട് വരാം. നമുക്ക് അദ്ദേഹത്തിൽ നിന്നും സി എം അടവൂരിന്റെ കറാമത്തുകൾ കുറച്ച് കേൾക്കാം. നിങ്ങൾ മൂപ്പരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്താ മൂപ്പരെ കറാമത്തുകള്? മൂപ്പരെ കറാമത്ത് 1-2 വാക്ക് നമ്മളോട് സംസാരിക്കുള്ളൂ. അത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ പിന്നെ കട്ടിൽമ ഇങ്ങനെ ഇരിക്കും. 1-2 വാക്ക്. ഇതൊരു പോലീസ് വണ്ടി തടഞ്ഞു. അതെ അതെ, മൂപ്പ എല്ലാ വണ്ടികളും പിന്നെ തടഞ്ഞ്. അങ്ങനെ മൂപ്പരെ വണ്ടി വന്നപ്പോ അതും തടഞ്ഞു. പോലീസുകാർ വണ്ടി തടുക്കുകയാണ്. എല്ലാ വണ്ടിയും തടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മൂപ്പരെ വണ്ടി തടുത്തു. സി എം അടവൂരിന്റെ വണ്ടി തടുത്ത് ഞാനായിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. മൂപ്പരാണ്ട് പോയി. ആ തടഞ്ഞ ആൾ ഇങ്ങനെ തന്നെ പോലീസുകാരുടെ കൈ ഇങ്ങനെ ആയി അവിടെ നിന്ന്. പിന്നെ ആശുപത്രി പോയോ? പിന്നെ ആശുപത്രി പോയല്ല, പിന്നെ നേരിട്ട് പിന്നെ വേറെ ഉദ്യോഗസ്ഥന്മാര് പോയി അയാളെ കാല് പിടിച്ച്, സി എം അടവൂരിന്റെ കാല് പിടിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥന്മാര് പോയിട്ട് അവിടുന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് കയ്യാണ് താന്ന്. കണ്ടില്ലേ, ഇത്രയും മഹത്തരമായ കറാമത്തുകളൊക്കെയാണ് സി എം അടവൂരിനുള്ളത്. നിങ്ങൾ ഇങ്ങനെ മൂപ്പരെ കുറ്റം പറയുമ്പോ നോക്കിക്കോളി, ചിലപ്പോ നിങ്ങളെ നാവ് നിശ്ചലമായി പോകും. പിന്നെ മൂപ്പരെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൂപ്പര് ഒരു ലേശം നേരം എപ്പോഴും കണ്ണടക്കുകയാണെങ്കിൽ ആകാശത്ത് വിമാനങ്ങൾ കൂട്ടിമുട്ടുന്നുള്ളത്. അത് കേക്കണ്ടേ? അപ്പോ അതും സത്യാണ്. ആദ്യം ചോദിക്കാം. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തില് സി എം അടവൂരിനെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ അടുത്ത് കേട്ടു, അദ്ദേഹം ഇപ്പോഴും ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മുദബ്ബിർ ആലം എല്ലാം നിയന്ത്രിക്കുന്നവ മൂപ്പരാന്ന് പറയുന്നുണ്ട്. അപ്പോ മൂപ്പര് കുറച്ചു നേരം കണ്ണടക്കുകയാണെങ്കിൽ ആകാശത്ത് വിമാനങ്ങൾ കൂട്ടിമുട്ടും എന്ന് പറഞ്ഞത് ഞാനൊരു വീഡിയോയിൽ കാണുന്നുണ്ടായി. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അത് സത്യാണ്. ഇപ്പോഴും മൂപ്പര് കണ്ണടച്ച ആകാശത്ത് വിമാനം കൂട്ടിമുട്ടും. കണ്ടില്ലേ, ഈ മഹാന്മാരോടൊക്കെ നിങ്ങൾ കളിക്കുമ്പോ വളരെ ശ്രദ്ധിച്ച് കളിച്ചോളി. നമ്മള് സമസ്ത ആദർശം പിൻപറ്റുന്ന ആളുകളല്ലേ അല്ലെ? നമ്മൾ സമസ്തയുടെ വിശ്വാസമാണ് അല്ലെ? സമസ്തയുടെ ആദർശം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസമാണ് അല്ലെ? പിന്നെ ഇപ്പൊ അടുത്ത് ഒരു പാട്ട് കേൾക്കണ്ടായി, നിങ്ങളെ പടച്ചോൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എം ആരാണ്, സി എം അടവൂരാന്ന് പറഞ്ഞോളി എന്നുള്ളത്. അതിലും വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇത് കണ്ടോ, ഇത് ഓരോന്നിതാ ഇതിന് കണ്ണാണ്.
ഇതിന്റെ അർത്ഥങ്ങൾ ഇതാ എഴുതിയിട്ടുണ്ട്, ഇതാ ഇങ്ങനെ ഉണ്ട്. അതായത് ഭൂമി മീതെ പാപിയായി വാണിയിടുന്ന ഞങ്ങളെ ഷെയ്ഖുന മടവൂരിനാലെ കാക്കണേ റബ്ബന, അല്ലെ? ഈ ജനങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സി എമ്മിനെ കുറ്റം പറയുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഇതന്നെ ഈ കാര്യങ്ങൾ മാത്രം പറയാനുള്ളൂ. ആ CM കുറ്റം പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ ഇപ്പൊ കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൈ അവിടെ അവിടെ നിൽക്കും. അതിനുള്ള കഴിവ് അള്ളാഹുവിന്റെ അവർക്ക് കൊടുത്തു. അള്ളാന്റെ വലിയമാർക്ക് അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ നമസ്കാരത്തിന് ശേഷം പറയേ ലാ ഇലാഹ ഇല്ലല്ലാഹു. എന്താ പറഞ്ഞ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹു മുൽക്ക്, അവനാണ് എല്ലാത്തിന്റെയും അധികാരം. വലഹുൽ ഹംദ്, അവനാണ് എല്ലാത്തിന്റെയും സ്തുതിയും. യുഹി വയുമീത്, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ കഴിവ് ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല, മറ്റുള്ളവർക്ക് ആർക്കും പങ്കുവെച്ചു കൊടുക്കില്ല. അതോടൊപ്പം തന്നെ ലാ ശരീകല എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ യാതൊരു പങ്കുകാരും ഇല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളാവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. നമ്മൾ എന്ത് ചെയ്താൽ മതി? അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അനുസരിച്ച് അത് വിശ്വസിച്ച് ജീവിച്ചാൽ മതി. അപ്പോ ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. നമ്മള് പ്രാന്തനാക്കും. ഞങ്ങൾ പ്രാന്തനാക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇതിന്റെ ചെങ്ങായി വരുമ്പോഴേ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഇപ്പൊ എന്താ ചെയ്യാ? നമ്മളിപ്പോ ഫുള്ള് ഗൂഗിൾ പേ ആണല്ലോ. ഞങ്ങൾ ഇവിടെ തിരിച്ചു വരുമ്പോ കാണാം. മനസ്സിലാവുന്നുണ്ടല്ലോ? 33 കോടി ദൈവങ്ങളുള്ള ഒരു മതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുകയാണ് ഉണ്ണികൃഷ്ണൻ എന്ന യുവാവ്. അദ്ദേഹം പിന്നീട് ഏകദൈവ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു റെഡിമെയ്ഡ് മുസ്ലിം അല്ല. ഇങ്ങനെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞാൻ മൻസൂർ, എന്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഞാനും മുസ്ലിമായിട്ട് ജീവിക്കുന്നു. ഇതാണ് 99% മുസ്ലിങ്ങളുടെയും ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന മുസ്ലിങ്ങളുടെയും അവസ്ഥ. എന്നാൽ വളരെ ചെറിയ ഒരു ശതമാനം ആളുകള് ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അവര് നമ്മേക്കാൾ ഒരു പൊടി, സാധാരണ പറയാനുള്ളത് പുതുമുസ്ലിമാണ്, ഓന് മാർഗത്ത് കൂടിയവനാണെന്നൊക്കെ പറയും. ഈ പാരമ്പര്യ മുസ്ലിം വാദികളെക്കാൾ എത്രയോ ഉത്തമരാണ് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അവന്റെ ഏകത്വം അത് അംഗീകരിക്കുകയും അവനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന ആ ആളുകള്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ഈമാൻ കൂടുതൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ പാരമ്പര്യവാദികള് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഖൈറുന്നാസ് കർണി ആരാണ്? സ്വഹാബത്താണ്. സ്വഹാബത്തിൽ 100% ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അവർ ലാത്തേയും ഉസ്സയെയും മനാത്തേയും ഉബുലയെയും പോലെയുള്ള ആരാധ്യ വസ്തുക്കൾ അള്ളാഹുവോടൊപ്പം വിളിച്ചു തേടുകയും പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. അവര് ഇസ്ലാമിലേക്ക് വന്നു. അവരാണ് ഏറ്റവും ഖൈറായ ഉമ്മത്ത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സുമ്മല്ലദീന എലൂനഹും, അല്ലെ? ആ കാലഘട്ടം കഴിഞ്ഞിട്ട് വരുന്ന 2ാമത്തെ നൂറ്റാണ്ട്, അത് കഴിഞ്ഞ് 3ാമത്തെ നൂറ്റാണ്ട്, ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഉത്തമരായ ഒരു കാലഘട്ടം അത് വരാനുണ്ട്. അത് ആഖിർ സമാനിലാണ്, അവസാന കാലത്ത്. അതുപോലെ ഒരു ഉത്തമരായ കുറച്ച് ആളുകളുടെ, അവര് മുഹ്സിനീങ്ങളായിരിക്കും. അവര് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഒരു ജാറ വ്യാപാരിയുടെ ഭീഷണിയെയോ ഒന്നും ഭയപ്പെടാതെ, ഇത് കണ്ടില്ലേ നിങ്ങള്? ഇപ്പോ ഒരു ജാറത്തിന്റെ അടുത്ത് പോയിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് സ്പഷ്ടമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം പറയുകയാണ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇല്ലേ? അത് നമ്മിൽ പലരും പറയാൻ മടിക്കുന്നു, പറയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ചെയ്തത് അത് തന്നെയാണ്. വിഗ്രഹങ്ങൾ തല്ലി തകർത്തുകൊണ്ട്, ഇല്ലേ? എന്നിട്ട് ആരാണ് ഈ വിഗ്രഹങ്ങളൊക്കെ തല്ലി തകർത്ത് എന്ന് ചോദിച്ചപ്പോ നിങ്ങളെ ദൈവങ്ങളോട്, നിങ്ങളെ വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കുന്നാ പറഞ്ഞത്. ആ രൂപത്തില്
അവരുടെ ഇടയിൽ ചെന്നുകൊണ്ട് അവർക്ക് ദഅവത്ത് നടത്തുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരൻ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങള് വളരെയേറെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ്. അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അബ്ദുറഹ്മാൻ സാഹിബിനെ അന്ന് കാണാൻ പോകുന്നുണ്ട്. അന്ന് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് അധികം താമസിയാതെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇതുപോലെ ഒരു സ്ഥലത്ത് ചെന്നുകൊണ്ട് അവിടെ ആരോടാണ് ചോദിക്കേണ്ടത്, നിങ്ങൾ ആരോടാണ് ചോദിക്കാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന സൂഫി വലിയുള്ളാനോടാണ്, അതേപോലെ മടവൂരിൽ കിടക്കുന്ന CM-നോടാണ് എന്ന് പറയുന്ന ആളുകളോട് അള്ളാഹുവിന്റെ അസ്തിത്വമായ ഏകത്വം പറഞ്ഞുകൊണ്ട് അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ സഹോദരന് വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുക, ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ അദ്ദേഹത്തിന്റെ പല വീഡിയോകൾ നമുക്ക് ചെയ്യുവാനുണ്ട്. അദ്ദേഹം പറയുന്ന തൗഹീദ് വാക്കുകൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെയുള്ള അള്ളാഹുവിനെ മറന്നുകൊണ്ട് മയ്യത്തുകളെ ആരാധിക്കുന്ന മയ്യത്തുകളോട് വിളിച്ചു തേടുന്ന സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടാണ്. അള്ളാഹു ഇത്തരത്തിലുള്ള മയ്യത്ത് വ്യാപാരികളിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഇദ്ദേഹം നിൽക്കുന്ന ആ മക്കാമിനെ, കള്ളാടി മക്കാമിനെ കുറിച്ചുള്ള വീഡിയോ, ആ ആളെ കുറിച്ചൊക്കെ പറയുന്ന വീഡിയോ, അതുപോലെ തന്നെ ആ വീഡിയോയിൽ നമുക്ക് ചേർക്കുവാനുള്ളത് അവിടെ ഉള്ളൊരു കൊടി തലമ വെച്ചിട്ട് ചാരം മൂടുന്ന പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ആ അനുഭവസ്ഥം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ആകുമ്പോൾ ദീർഘിച്ചു പോകും. അതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.